ഇന്നൊരു സിമ്പിൾ കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തക്കാളി ഉള്ളിയും വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. അതന്നെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. പരമാവധി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉണ്ണിക്ക് സ്കൂളിലാണ്, ഉണ്ണിൻ്റെ സ്കൂളിലാണ് ഇലക്ഷൻ. സ്കൂളുകളിലെ ഇലക്ഷനാണ്, അതായത് ആർക്കും ഉണ്ടാവില്ല. നാട്ടിൽ നാളെ പണിയില്ല. ഉണ്ണിക്ക് 3 ദിവസമായി ലീവ്. ഇന്നലെ സെലിബ്രേഷൻ, ഇന്ന് ഇലക്ഷൻ അല്ല, ഇന്ന് നാളെ. മറ്റന്നാൾ ഇലക്ഷൻ, അത് കഴിഞ്ഞ പരീക്ഷ, അത് കഴിഞ്ഞ് എക്സാമിനേഷൻ. മൊത്തം ഷണ്ണാണ്. ഇത് 2 ഉള്ളി വരണം. അത് കഴുകിയതാണ് കേട്ടോ. 5-6 പ്രാവശ്യം മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയതാണ്. പച്ചക്കറി കഴുകാനാണ് ഒരു പണി, ഭയങ്കര പണി. ഏറ്റവും കൂടുതൽ പണി എനിക്ക് കഴുകാനാണ്, വെക്കാനല്ല. ഇതൊക്കെ നോക്കട്ടെ, മുറിച്ചെടുക്കട്ടെ. ഇതൊക്കെ തക്കാളി കറി വെക്കുക. ഒരു 4 തക്കാളി, വലിയൊരു സവാള കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. പച്ചമുളക് ഉണ്ടല്ലോ എരിവിന്. എന്താ സ്പൂണ്? കുറച്ച് ഉപ്പ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ, ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. നന്നായി തിരുമ്മ. നമുക്കൊരു മുഖം കഴുകാം. മുഖം കഴുകാന്ന് മുഖം കഴുകാന്ന്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടാ. നല്ല രസമുള്ള പരിപാടിയല്ലേ. അടുപ്പിൽ വെക്കട്ടാ, വേഗട്ടത്. അടച്ചു വെച്ചിട്ട് വേഗട്ടേട്ടാ. ഇന്ന് സമയമുണ്ട്, അതാണ് അടുപ്പിൽ തന്നെ വെക്കുന്നത്. നമുക്ക് തേങ്ങ നരച്ചിട്ട് വരാം കേട്ടാ. 1.5 പിടി തേങ്ങ നന്നായി അരച്ചിട്ട് വരാം കേട്ടാ. മാത്രം തക്കാളി ഉള്ളിയും വെന്തു കേട്ടാ. തേങ്ങ അയച്ചു കൊടുക്കുക. ഇത് പാലൊഴിച്ചിട്ടും വെക്കാട്ടാ. തേങ്ങാപ്പാൽ ഞാൻ അരച്ചു. എളുപ്പം എന്താ ആളിക്കത്തിനോടെ ചൂട് കാറ്റാണ്. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. കറി തിളച്ചു കൂട്ടാ. നന്നായി കത്തുന്നുണ്ടേ. ഞാൻ താളിച്ചൊഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളിട്ടാ വട്ടത്തിലരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. കടുകില്ല, പച്ചമുളകില്ല. തീ ആളി കത്തണം. എവിടെ വെച്ചിട്ട് അമ്മ അടുപ്പ് എവിടെയാ? തീ ഇങ്ങടാ അതിന് കാറ്റത്ത് കാച്ചി കൊണ്ട് ഒഴിച്ചു കേട്ടോ. ഉള്ളി കാച്ചി തക്കാളിക്കറി
സൂപ്പർ ടേസ്റ്റാണ്. എന്താ അച്ഛൻ ചെയ്യുന്നത്? ബീൻസ് ചുപ്പേരി. ചുപ്പേരിയാ? ഉപ്പേരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ഉപ്പേരി തന്നെ, തോരനാണ്. അച്ഛൻ ബീൻസ് തോരൻ. അച്ഛൻ ചുപ്പേരി എന്നാ പറഞ്ഞു. നമ്മളെല്ലാത്തിനും ഉപ്പേരി പറയും, അത്ര വ്യത്യാസമുള്ളൂ. മുറിച്ച് കഴിഞ്ഞു കേട്ടോ. അച്ഛൻ കുറച്ച് സ്പീഡായി പോയി. കഴുകി എടുക്കണം. കുറച്ച് ബീൻസ് ഉപ്പേരി വെക്കാനുണ്ട്. എണ്ണ ചൂടാവട്ടെ കേട്ടോ. കടുകിട്ട് കൊടുക്കും. പച്ചമുളകും സവാള ഇട്ടാ. എല്ലാവർക്കും വെക്കാറില്ല, ഞാൻ കാണിക്കണമെന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് ഫോർ രസം. എല്ലാവർക്കും വെക്കാറില്ല കറിവേപ്പില. ബീൻസ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കട്ടെ കേട്ടോ, വേകട്ടെ. ഉപ്പേരി വെന്തുട്ടാ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ, കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് പുട്ടിന് വേണം. ഒരു മുറിയും കൊണ്ടാണ് എല്ലാം. എല്ലാത്തിലും തേങ്ങയുണ്ട് എന്തായാലും. ഒരു മുറി തേങ്ങ എടുത്തിട്ട് തക്കാളി കറി വെച്ചു, ബീൻസ് തോരൻ വെച്ചു. ഞാനൊന്നും കുറച്ചെടുത്തിട്ട് പുട്ടിനിടാം. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് വെക്കണം. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടാ. ചോറ് വന്നുട്ടാ. എല്ലാം വന്നു ചോറ്. നന്നായി വന്നു പറയാം, നന്നായി വന്നു. നല്ല കാറ്റ് വന്നോ? നല്ല കാഴ്ച. അടുപ്പ് നോക്ക്. നല്ല കണ്ണിവിടെ. അച്ഛൻ കിണറ്റിൻ്റെ ഉള്ളിലാണ് പോയി നിൽക്കണത്. വെയിൽ വരുന്നു, വെയിൽ വരുന്നു. കഴിഞ്ഞു. ഹേ എടുത്തോ. മസിലൊക്കെ റെഡിയാക്കിയിട്ട്. എങ്ങനെയുണ്ട് ഉണ്ണിക്കറി? ഏട്ടൻ പുട്ടാണ് കേട്ടോ, റാഗി പുട്ട്. പുട്ട് ഉപ്പേരി കറിയൊക്കെ. ഉണ്ണി ചോറ്. ഇവിടെ നല്ല വെളിച്ചം, നല്ല കാറ്റ്, നല്ല ചൂടുണ്ട്. അടുപ്പിൻ്റെ ചോട്ടിലുണ്ണ. എങ്ങനെയുണ്ട്? സൂപ്പർ കറിയാ. ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി, ദോശ എല്ലാത്തിനും പറ്റൂട്ടാ. അപ്പം, പുട്ട്. ഇങ്ങനെ ഉള്ളിക്കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ചാച്ച. ബൈ ബൈ.